നമസ്കാരം, ഞാൻ വിനീഷ് രോഗിണി. ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ കിട്ടുന്ന വരുമാനത്തിനപ്പുറം ഇൻവെസ്റ്റ്മെന്റിലൂടെ എല്ലാ മാസവും സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ 100% ഗ്യാരണ്ടിയിൽ എല്ലാ മാസവും സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് ആണ്. അപ്പൊ ഇന്ത്യ പോസ്റ്റിന്റെ POMIS എന്നാണ് പദ്ധതിയുടെ പേര്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഏറ്റവും ജനപ്രിയമായ മാസ വരുമാന പദ്ധതിയാണ് ഇത്. നിക്ഷേപകർക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക പലിശയായിട്ട് ലഭിക്കുന്നു എന്നത് അഡ്വാൻറ്റേജ്. കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി, എല്ലാ മാസവും കൃത്യമായിട്ടുള്ള പലിശ, ഓഹരി വിപണിയുമായിട്ട് ഒരു ബന്ധവുമില്ല, 5 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന, മന്ത്ലി ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ബെനിഫിറ്റ്. 2 തരത്തിലാണ് അക്കൗണ്ടുകൾ ഉള്ളത്. നമ്പർ 1 സിംഗിൾ അക്കൗണ്ട് ആൻഡ് നമ്പർ 2 ജോയിന്റ് അക്കൗണ്ട്. നമ്പർ 1ന്റെ കേസിൽ ഒരാൾക്ക് മാത്രം തുടങ്ങാവുന്ന അക്കൗണ്ടാണ്. പരമാവധി 9 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ പറ്റും. നമ്പർ 2 2, 3, 4 പേർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതുവഴി 15 ലക്ഷം വരെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും പറ്റും. ആനുവലി 7.4% ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇത് വർഷത്തിൽ 7.4, അതിന്റെ മാസക്കണക്കിലാണ് നിങ്ങൾക്ക് ഓരോ മാസം ഇൻകം കിട്ടുന്നത്. എങ്ങനെ അക്കൗണ്ട് കൊടുക്കാം? സിമ്പിൾ ആയിട്ട് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക. സന്ദർശിച്ചതിന് ശേഷം അവിടുന്ന് ഒരു അപേക്ഷ ഫോം വാങ്ങിക്കുക. PMOISന്റെ അപേക്ഷ ഫോം അത് പൂരിപ്പിച്ച് അവിടെ കൊടുക്കുക. ഇതിനായിട്ട് ആവശ്യമുള്ള രേഖകളുണ്ട്. ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു ഫോട്ടോ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നിക്ഷേപവും ഇതിന്റെ വരുമാനം സിമ്പിൾ ആയിട്ട് 15 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ചു. മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം 9250 രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടും. ടോട്ടൽ 5 വർഷം കൊണ്ട് നിങ്ങൾ കിട്ടുന്ന പൈസ എത്രയാണെന്ന് അറിയോ? 5,55,000 രൂപ. എത്ര വലിയ എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്? 5,55,000 രൂപയാണ് 5 വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരിക. എല്ലാ മാസവും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക ഫണ്ട്. വലിയൊരു കാര്യമല്ലേ? നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള വരുമാനം ഉണ്ടാവും. ബിസിനസ്സോ ജോലിയെന്നോ. ഈ വരുമാനം കൊണ്ട് നിങ്ങളുടെ ചെലവുകൾ മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഗവൺമെന്റിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടല്ലേ നമുക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര വരുമാനം നമുക്ക് ശമ്പളം ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും ഭീമമായിട്ടുള്ള ചെലവ് വരുന്നതിനാൽ നമുക്ക് എല്ലാ മാസവും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആരോടും കടം മേടിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ലോൺ എടുക്കും. ലോൺ എടുത്ത് ഒരുപാട് ലോണായി. ആരുമേ പറഞ്ഞു കൊടുക്കുന്നില്ല മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് നിങ്ങൾ ഉണ്ടാക്കണം, ഇങ്ങനെ വരുമാനം ഉണ്ടാക്കണം, ഇത്ര സമയം കഴിഞ്ഞാൽ വീണ്ടും പണിയെടുത്ത് ജോലിയെടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പാർട്ട് ടൈം ജോലി എടുക്കണം. അത്ര തന്നെ. വേറെ ഒരു തട്ടുകടയിൽ പണിക്ക് പോവുക, സ്വന്തമായിട്ട് തട്ടുകട തുടങ്ങി എന്തെങ്കിലും നൈറ്റ് ടൈമിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ഓൺലൈനിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയോ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ. എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട് രാവിലെ 9 മണിക്ക് ഓഫീസിലേക്ക് പോകും. അതിന് മുന്നേ രാവിലെ ടാപ്പിങ്ങിന് പോയിട്ട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ എത്രയോ ആൾക്കാർ ഫാമിൽ പണിയെടുക്കുന്നവരുണ്ട്. വൈകുന്നേരം നേരത്തെ വന്നിട്ട് പറമ്പത്ത് വേറെ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെയോ പണികളുണ്ട്, കൃഷിപ്പണികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. രാത്രി വൈകുന്നേരം വന്നിട്ട് തട്ടുകട നടത്തുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യാം. ഇനി ഫ്രീ ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എത്രയോ ആൾക്കാർ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്രയോ കച്ചവടം പരിപാടികളൊക്കെ ആയിട്ട്. എന്തെങ്കിലുമൊക്കെ തരത്തിൽ റവന്യൂ ഉണ്ടാക്കുക. സൺഡേസിൽ മുഴുവൻ പണിയെടുക്കുന്നവർ, വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഇന്നതേ എടുക്കൂ എന്നുള്ള ചിന്താഗതി മാറ്റി വെച്ച് പല തരത്തിലുള്ള പണികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കും. ഓരോരാളുടെ മേഖലയിലും ഡിഫറെന്റ് തൊഴിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ IT മേഖലയാണ്. IT മേഖലയിൽ പലതരത്തിലുള്ള പണികളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നു. IT അല്ലാത്തവർ, IT മേഖലയിലില്ലാത്തവർ ആ മേഖലകളിൽ നമ്മൾ ഏത് മേഖലയാണ് നമ്മുടെ പാഷൻ, നമുക്ക് ഏതാണ് പാഷൻ, ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, നമ്മൾ ചെയ്യുക. ഒരു ജീവിതത്തിൽ സുഹൃത്തുക്കളെ എല്ലാം മാക്സിമം ട്രൈ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇതൊക്കെ അവസരങ്ങളൊക്കെ പറയും. ഞാൻ എൻ്റെ അവസരം മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് എന്നത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം എപ്പോഴും. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെന്ന സ്ഥാനത്ത് നിന്നിട്ട് നമ്മുടെ പാഷനുമായിട്ട് നിന്നിട്ട് നമ്മൾ മാക്സിമം ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്, അന്നേരം നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങും. അപ്പൊ നമുക്ക് ആ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കിട്ടുന്ന റവന്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള പല സ്കീമുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആ ഒരു വഴിക്ക് നമുക്ക് റവന്യൂ കിട്ടും. പലരും ചിന്തിക്കുന്നുണ്ടാവും 7.74%, ചെറിയൊരു പെർസെന്റ്. ഇതിനേക്കാൾ 9% നമ്മുടെ അടുത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ തരുന്നുണ്ട്, 10% തരുന്നുണ്ട്. ഒരുപാട് സ്കീമുകൾ, പല സ്കീമുകളുണ്ട്. ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ആൻഡ് സൊസൈറ്റി സ്കീമുകളുണ്ട്. അവരൊക്കെ നല്ലൊരു എമൗണ്ട് തരുന്നുണ്ട്. അതൊക്കെ എല്ലാം മികച്ചത്, ബെറ്റർ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഗ്യാരണ്ടിയാണ്. ഇവൻ നിങ്ങളൊരു ബാങ്കിൽ കൊണ്ടുപോയി കാശ് ഇട്ടാൽ പോലെ അത് നഷ്ടപ്പെട്ടു പോയാൽ, ബാങ്ക് എന്തെങ്കിലും പൊട്ടിപ്പോയാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സെർട്ടൈൻ ഒരു പെർസെന്റേജ് ബാങ്ക് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ടേ കിട്ടുള്ളൂ. I think 3-2 എത്ര ലക്ഷം മാത്രം
മാത്രമേ കിട്ടുള്ളൂ. അതിനേക്കാൾ വലിയ എമൗണ്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെയാണ് അതിന്റെ റൂൾ. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഡയറക്റ്റ് പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യുന്ന ഈ പദ്ധതിയിൽ 100% ഗ്യാരണ്ടിയാണ്. മുഴുവൻ ഫണ്ടും ഒരിക്കലും നഷ്ടപ്പെടില്ല. 100% ഗ്യാരണ്ടി ഇന്ത്യ പോസ്റ്റാണ്. 15 ലക്ഷം രൂപയ്ക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടേയിരിക്കും. 5 വർഷം ലോക്കിംഗ് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാലും കിട്ടും. 5 വർഷം കഴിഞ്ഞ് മതിയാക്കണം, ഫണ്ട് മുഴുവൻ എടുത്തുകൊണ്ട് പോകും. 5 വർഷം ലോക്കിൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ബെറ്റർ പ്രോജക്റ്റ് ആണ്. ഏറ്റവും സേഫ് മെത്തേഡ്, ഏറ്റവും സേഫ്, അൾട്രാ സേഫ് മെത്തേഡാണ്. സേഫ് എന്ന വേർഡ് കറക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് അവിടെ മാറും. അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ല. ഒരുപാട് ഫണ്ടൊക്കെ ഉള്ള ആൾക്കാർ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ എമൗണ്ട് ഒക്കെ ഇതുപോലെ ചെയ്യാം. മന്ത്ലി ഇൻകം സ്കീമിൽ ചെയ്യാം. എല്ലാ മാസവും ഒരു ഇൻകം കിട്ടും. ഒരു 45 lakhs ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി 30,000 റവന്യൂ ആയില്ലേ. ഇന്ന് എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ 30,000 റുപ്പീസ് അല്ലേ ആവറേജ് കിട്ടുള്ളൂ അല്ലെ. മാക്സിമം ഒരു നല്ല ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ 30,000 കിട്ടുള്ളൂ. അതിന് മേലെ കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നല്ല റവന്യൂ ആണ്. ഇത് ചെയ്യുക, സുഖമായിട്ട് ജീവിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഫണ്ട് ഉപയോഗിച്ചിട്ട് മറ്റു പല ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുക. ബാക്കിയുള്ള സമയം വർക്ക് ചെയ്യുക. ഇനി ഇതിന്റെ നിബന്ധനകളും നികുതിയെ കുറിച്ചും അറിയാം. അകാല പിൻവലിക്കൽ. നിക്ഷേപിച്ച് 1 വർഷത്തിന് മുമ്പ് പിൻവലിക്കാൻ നമുക്ക് കഴിയില്ല. അതിന് സമയമുണ്ട്. അതിൽ പിഴ 1 മുതൽ 3 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് പിഴയുണ്ട് പിൻവലിക്കുന്നുണ്ടെങ്കിൽ അത് 2%. 3 മുതൽ 5 വർഷത്തിനിടയിൽ 1% നിങ്ങൾക്ക് കിഴിവ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പിൻവലിക്കാൻ പോകണ്ട. പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ 5 വർഷത്തേക്ക്. പിന്നെ ലഭിക്കുന്ന പലിശയ്ക്ക് ആദായ നികുതി ബാധകമാണ്. TDS പിടിക്കില്ല. ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അത് നിങ്ങളുടെ ഇൻകം ആണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് ടാക്സ് കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യേണ്ടി വരും. ഓർക്കുക, സുരക്ഷിതമായിട്ടുള്ള ഭാവിക്ക് പിന്നെ നിക്ഷേപിച്ചു തുടങ്ങാം. അത് വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പോലും പറയുന്നത്, നിങ്ങൾക്ക് 10,000 വരുമാനമെങ്കിൽ 500 രൂപ നിങ്ങൾ അടക്കുക. നിങ്ങൾക്ക് 20,000 രൂപയാണ് 1000 രൂപ നിങ്ങൾ അടക്കുക. 30,000 രൂപയുടെ മാസം ഒരു 1,500 രൂപ നിങ്ങൾ നിക്ഷേപിക്കുക. ഒരു 1,500 രൂപ, ഒരു 5%, അതിന്റെ ഒരു 5% നിങ്ങൾ എന്ത് ചെയ്യുക? നിക്ഷേപിക്കുക. മുഴുവനൊന്നും ചെയ്യരുത്. 5% ചെയ്യുക. 1,500 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാലും നോ ടെൻഷൻ. 30,000 ഉള്ളവൻ എത്ര? വെറും 1,500 രൂപയെ നിക്ഷേപിക്കുള്ളൂ. അപ്പൊ അവനെ കുറിച്ച് ടെൻഷൻ ഇല്ല. അവനൊരു 10 വർഷം കഴിയുമ്പോൾ ഈ എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. SIP-കളിലൊക്കെ വലിയൊരു എമൗണ്ട്. അത് പലരും മനസ്സിലാക്കാതെ പോകുന്ന കാര്യമാണ്. ആദ്യം ഒരു 30,000 ഉള്ളവനോട് 1,500 നിക്ഷേപിക്കുന്ന പറയുമ്പോൾ അവന്റെ മുഖത്ത് എന്നെ അത്രേ കണ്ടുള്ളൂ. 1,500 രൂപ എനിക്ക് 5,000 നിക്ഷേപിക്കാൻ പറ്റും, എനിക്ക് 10,000 ചെയ്യാമോ? അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. 5,000, 10,000 അങ്ങനെയൊക്കെ ചിന്തിക്കുക. ആ ചിന്താഗതിയാണ് അവസാനം ഒരു നിക്ഷേപവും ഇല്ലാതെ പാപ്പരാക്കിയിട്ട് മാറ്റുന്നത്. ആ ചിന്താഗതി എവിടുന്ന് മാറ്റണം? വലുത് നിക്ഷേപിക്കുക. ചെറുത് ഏറ്റവും കുറച്ച് എത്ര നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റും ഏറ്റവും കുറവ് നിക്ഷേപിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ അറിയോ? ഈ നിക്ഷേപിച്ച് 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 അവസാനം നമുക്കൊരു ഇത് കിട്ടും, ഒരു നാക്ക് കിട്ടും, ഒരു ശീലമാവും. ശീലം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഒരു ശീലമാവും. ശീലമായി കഴിഞ്ഞാൽ എല്ലാ മാസവും ഇത് ഇട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു മനസ്സമാനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അയ്യോ ഇന്ന് സംഭവം ചെയ്തില്ല, മനസ്സമാനം ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് എല്ലാ മാസവും ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ തീരാനായി മനസ്സമാനം ഉണ്ടാവില്ല, ഇൻഷുറൻസ് തീരാനായി നമുക്ക് മനസ്സമാനം ഉണ്ടാവില്ല, നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ തീരാനായി മനസ്സമാനം ഉണ്ടാവില്ല. അതേപോലെ തന്നെ എമൗണ്ട് ഒരു മാസം നിക്ഷേപിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സമാനം ഉണ്ടാവില്ല. അങ്ങനെ മനസ്സമാനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ പതിയെ ഈ 5% എന്നുള്ള വേണം 10% ജമ്പ് ചെയ്യിപ്പിക്കാം. പോട്ടെ 5 എന്നുള്ള 6 7 എങ്ങാനാക്കാലോ. അങ്ങനെ ഓരോ വർഷവും സ്ലൈറ്റ് ആയിട്ട് ഒരു 10% വെച്ച് കൂട്ടുക. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന 5ന്റെ 10%, 5ന്റെ 10% എന്ന് പറയുമ്പോൾ 500 രൂപയുടെ 10%, ഒരു 50 രൂപ ആഡ് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 100 രൂപ ആഡ് ഓൺ ചെയ്യുക. 600 അടക്കുക. ഒരു ദിവസം 600 വെച്ച്, ഒരു ദിവസം 700 വെച്ച്. ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ ഒരു 100 രൂപ കൂട്ടി 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 കൊണ്ടുവന്നാൽ എത്ര വലിയ ഒരു എമൗണ്ട് ആയിട്ട് മാറുന്നത്. ഹ്യൂജ് വിശ്വസിക്കാൻ പറ്റുന്നതിന് എത്ര അപ്പുറത്തുള്ള എമൗണ്ട് ആയിട്ട് മാറും. പക്ഷെ ആരെങ്കിലും ചെയ്യൂ? ഒരാളും ചെയ്യില്ല. ഇപ്പോഴും ഭൂരിഭാഗം ആൾക്കാർ ചിന്താതി 30,000 20,000 ഉള്ളവൻ എങ്ങനെ 5,000 വെച്ചടക്കാം, എങ്ങനെ 10,000 വെച്ചടക്കാം, ഇതാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും 500 വെച്ചടക്കാൻ 1000 അടക്കാനും ചിന്തിക്കില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഒരാൾക്ക് നിക്ഷേപകനായിട്ട് മാറാനും പറ്റാത്തത്, അതേപോലെ ഒന്നും സംഭവിക്കാൻ പറ്റും പാപ്പരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഒരു ശാപമായിട്ട് കാണരുത്. എല്ലാവരും ഇതിനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയെ കാണുക. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ കയ്യിൽ ഈ മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 5% മാറ്റിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോ. എന്തെങ്കിലും മെത്തേഡ് വളരെ രക്ഷപ്പെടും, ഉറപ്പാണ്. മാർക്കറ്റ് ചാഞ്ചാട്ടങ്ങളെ ഭയക്കാതെ എല്ലാ മാസവും ഉറപ്പായ വരുമാനം നേടാൻ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. വീണ്ടും പറയുന്നു, സുരക്ഷിതമായിട്ടുള്ള ഭാവിക്ക് ഇന്നേ നിക്ഷേപിക്കുക. ഇതൊന്നും അറിയാതെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.